ആഹാ, എന്തു ഭംഗിയാണല്ലേ കാണാൻ. ഇതാണ് കാരക്കയുടെ പൂക്കൾ. കാരക്കയെന്ന് വെച്ചാൽ ഈന്തപ്പഴമല്ല കേട്ടോ, കാരക്കായ. ഇതിൻ്റെ പൂക്കൾ കൊഴിയുമ്പോൾ മഞ്ഞ് പെയ്യുന്ന പോലെ അത്രയും ഭംഗിയാണ്. പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ വീട്ടിൽ പപ്പടം വെക്കാൻ വരുന്നൊരു വല്യമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി തന്നിട്ടാണ് ഞാൻ കാരപ്പഴം കഴിക്കുന്നത്. അതാണ് ഞാനും കാരക്കയും തമ്മിലുള്ള ബന്ധം. പറഞ്ഞാൽ കാരപ്പഴം തിന്നുന്നു മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. 2-3 മാസം മുമ്പാണ് എൻ്റെ ആങ്ങളെന്നോട് പറഞ്ഞത് ഉപ്പിലിട്ടും തിന്നുന്നു. ആങ്ങളമാർ പറഞ്ഞ പൊതുവിലെ പെങ്ങന്മാർ വിശ്വസിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞാനും വിശ്വസിച്ചില്ല. പക്ഷേ ഈ ഇടയ്ക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടത്, ഇത് ഉപ്പിലിട്ട് തിന്നുന്നു. എന്നാൽ പിന്നെ ഉപ്പിലിടാമെന്ന് ഞാനും തീരുമാനിച്ചു. ഇത്രയും ദിവസം നല്ല കടുത്ത പച്ചക്കളറായിരുന്നു, ഇളം പച്ചക്കളറും കടുത്ത പച്ചക്കളറായിരുന്നു. ഇപ്പോൾ ഇത് മാറി ഒരു എന്താ പറയുക, ഒരു മഞ്ഞ ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മൂപ്പായി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പഴുക്കാൻ ഇനിയും സമയം പിടിക്കും. എന്നാൽ പിന്നെ കാലത്ത് തന്നെ കുറച്ച് അങ്ങോട്ട് പൊട്ടിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ പോയി ഒരു വടിയെടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ 2-3 ചില്ലൊക്കെ ഒന്ന് തല്ലി കൊഴിച്ചിട്ടു. താഴ്ത്തൊന്ന് നോക്കിയപ്പോൾ സന്തോഷമായിട്ടാ, അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പറക്കാൻ ഭയങ്കര മടി. ആക്ച്വലി അത് മടിയില്ല, വയസ്സ് 30 കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. പണ്ടത്തെ പോലെ കുനിഞ്ഞ പൊന്താനൊന്നും അത്ര പോരാ. അതുകൊണ്ട് തന്നെ വേഗം കൊച്ചിനെ വിളിച്ചു. പാവട്ടോ അത് ഓടി വന്നു. അമ്മേ അടയ്ക്ക ഞാൻ പറക്കിത്തരാമെന്ന് പറഞ്ഞു വന്നു. അടയ്ക്കല്ല മോളിത് കാരയ്ക്കാന്ന് പറഞ്ഞ് മനസ്സിലാകാൻ കുറച്ച് സമയം പിടിച്ചു. എന്തായാലും ഞങ്ങൾ ഹാപ്പി, ഒരു പാത്രം കാരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉപ്പിലിടണം. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യാമല്ലോ. കെട്ടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കാരമരം ഉള്ളതുകൊണ്ട് ഓരോരോ ഉപകാരങ്ങളെ.